നമുക്കെല്ലാവർക്കും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ തണലേകുന്ന എത്ര പേരുണ്ട് നമുക്ക്? ഒന്ന് കണ്ണടച്ചാലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേരുണ്ടാവും. കൂടിപ്പോയ ഒരു 5 ആള്. നമുക്ക് എപ്പോഴും എന്തും തുറന്നു പറയാൻ പറ്റുന്ന സൗഹൃദങ്ങള് ചുരുക്കം കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അല്ലേ? എന്നാൽ എല്ലാ ബന്ധങ്ങളിലും നമുക്ക് സൗഹൃദം നിലനിർത്താൻ പറ്റും. പാരൻസ് ആയിട്ടുള്ള ബന്ധങ്ങളിൽ നമുക്ക് സൗഹൃദം നിലനിർത്താൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്കല്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട. പാരൻസ് ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് കാത്ത് സൂക്ഷിക്കണ എത്രയോ പേരുണ്ട്. അതുപോലെ തന്നെ പാരൻസും ഇപ്പൊ തൊട്ട് കുട്ടികളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പെരുമാറുന്നത്. അപ്പോൾ ഫാമിലിയിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം അല്ലേ? നമ്മൾ കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞാൽ ഇൻലോസിൻ്റെ അടുത്തായാലും നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് വീട്ടിൽ പോയാലും ഏത് സാഹചര്യത്തിലും നല്ല ഫ്രണ്ട്സാക്കി മാറ്റാൻ പറ്റുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന അതേ വൈബിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടണമെന്നില്ല. ബട്ട് വി ക്യാൻ ട്രൈ ടു മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എവ്രി വൺ അല്ലേ? ഇനി കുഞ്ഞു ചെറുപ്പത്തിൽ നമുക്ക് കുറേ സൗഹൃദങ്ങളുണ്ടാകും. നമ്മളുടെ കുഞ്ഞു കുഞ്ഞു തമാശകൾ കേൾക്കാനും നമ്മൾ ചിരിക്കുമ്പോൾ ഒപ്പം ചിരിക്കാനും നമ്മൾ കരയുമ്പോൾ കരയണ്ടടോ എന്ന് പറയാനും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളുടെ ഒപ്പം എന്തായാലും ഉണ്ടാവും. ചില ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, നമ്മളെ കൈ പിടിച്ചുയർത്തി നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലെവലിൽ നമ്മളെ കൊണ്ടു ചെന്ന് എത്തിക്കും. നമ്മൾ ഉയരണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേര്. അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ ഒട്ടും വിട്ട് കളയരുത് കേട്ടോ. കൈ പിടിച്ച് എപ്പോഴും ചേർത്ത് നിർത്തണം. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ എല്ലാവർക്കും നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ബ്രെഡിന് ജാം പോലെ എന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ.